ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ഭയങ്കര വിഷമങ്ങളെല്ലാം ഈ സച്ചിയുടെ കൂട്ടുകാരനോടൊക്കെ പറയുകയാണ്. രേവതി പാവോട്, അവൾ എത്രമാത്രം കഷ്ടപ്പെടണമെന്ന് അറിയാമോ? അവൾക്കൊരു പൂക്കട ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവൾ അതിൽ സന്തോഷം കണ്ട് അവൾ ആ സന്തോഷത്തിൽ മതിമറന്നൊരവസ്ഥയിലായിരുന്നു. എന്നിട്ടും അവളുടെ അനിയൻ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവൻ കാണിച്ചു വിടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടില്ലേ, നിനക്ക് കാണുമ്പോൾ എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ലടാ എന്നും പറയുകയാണ് നമ്മുടെ സച്ചി. അങ്ങനെ സച്ചി പറഞ്ഞിട്ട് കുറച്ച് മദ്യമൊക്കെ എടുത്ത് കുടിക്കണം. എടാ സച്ചി, നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കണം. എനിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീ ഇങ്ങനെ കുടിച്ചത് കൊണ്ട് എന്തെങ്കിലും ആവോ? രേവതിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണം, എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. നീ അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ സച്ചിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അവൻ പറഞ്ഞെന്നാണെന്നറിയാമോ? നീ ഒരു കുടികാരനാണ്, നിങ്ങൾക്ക് കുടുംബം നോക്കാൻ അറിയില്ല, എൻ്റെ ചേച്ചിയെ കഷ്ടപ്പെടുത്തുകയല്ലേ. ഞാൻ രേവതിയെ എന്താണ് കഷ്ടപ്പെടുത്തിയിരിക്കുന്നത്? രേവതി എനിക്ക് അത്രമാത്രം ഇഷ്ടമല്ലേ? ഞാൻ എന്താ ഒരു കുടികാരനാണോ? നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ കുടിച്ച് നടന്നിട്ടുണ്ടോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സച്ചി അവിടെ കിടക്കുകയാണ്. അങ്ങനെ ആൽത്തറയിൽ അങ്ങനെ കിടക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയാണ്. അപ്പം ശരത്തും ഇതേപോലെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയും അനിയത്തിയും കൂടി അങ്ങോട്ട് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അമ്മേ, ഭക്ഷണം മേടിച്ചിട്ട് വരാമോ എന്ന് ചോദിക്കണം. മരുന്ന് കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണം മേടിച്ചിട്ട് വരാം, ഞങ്ങൾ രണ്ടുപേരും പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട, നിങ്ങളും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കുക, അതിനുശേഷം എനിക്ക് മേടിച്ചിട്ട് വന്നാൽ മതി മോനെ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവൂലേ? അതൊന്നും സാരമില്ല, നിങ്ങൾ കഴിച്ചിട്ട് വാ. അപ്പം എല്ലാം കൂടി ഇങ്ങോട്ട് ചുമന്ന് കെട്ടിക്കൊണ്ട് വരണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശരി എങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ദേവുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ശരത്ത് ഉടനെ തന്നെ ഈ ആൻ്റണിയെ വിളിക്കാം. എടാ ശരത്തെ, എങ്ങനെയുണ്ടോ നിൻ്റെ കൈക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും കൈക്ക് നല്ല വേദനയുണ്ട്, ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലോ? എടാ എങ്കിൽ പിന്നെ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഞാൻ കൂടെ വരുമായിരുന്നില്ല ഹോസ്പിറ്റലിലേക്ക്, നീ എന്തെന്നെ വിളിക്കാതിരുന്നത്? ശരി, ഞാൻ ഏതായാലും ഉടനെ തന്നെ അങ്ങോട്ട് വന്നേക്കാം. അയ്യോ വേണ്ട ആൻ്റണിയേട്ടാ, ഇവിടെ അമ്മയും അനിയത്തിയൊക്കെ ചേച്ചിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് വരണ്ട. എന്നെ ഇവിടെ കാണാനേ സച്ചി വന്നായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്നായിരുന്നു? വന്നായിരുന്നു. പക്ഷേ സച്ചിയേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നമ്മൾ ആ പണം മോഷ്ടിച്ചില്ലേ, അത് നമ്മളാണെന്ന് അവരറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? വീഡിയോ ക്ലിപ്പൊക്കെ കയ്യിലുണ്ട്. അയാളെന്നെ കാണിക്കുകയും ചെയ്തു. അപ്പം നിന്നെ അത് കാണിച്ച് അവൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നോ? എന്നെ ഭീഷണിയൊന്നും പെടുത്തിയില്ല, പക്ഷേ കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ ഒരുപാട് ഉപദേശിച്ചു, ഇത് ചേച്ചിയെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചേച്ചിയെ കാണിച്ചൊന്നുമല്ല, ഇതുവരെയായിട്ടും കാണിച്ചിട്ടില്ല. ഇതുവരെയും കാണിച്ചിട്ടില്ലല്ലോ, എങ്കിൽ പിന്നെ പേടിക്കണ്ട. ഏതായാലും അവൻ ഇനി ആ വീഡിയോ ഒന്നും കാണിക്കാനായിട്ട് പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി. സച്ചിയെ ഒതുക്കുന്ന കാര്യം അത് ഞാൻ ഏറ്റു, നീ ടെൻഷൻ ആവാതെ ശരത്തെ, നീ ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ രേവതി വരിക. അപ്പോൾ രേവതി ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി നേരെ ഡോക്ടറെ കാണാനായിട്ട് ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഡോക്ടറെ, എന്താ ഡോക്ടറെ, ഇപ്പോൾ ശരത്തിന് എങ്ങനെയുണ്ട് ഡോക്ടറെ? അവൻ്റെ കൈ ഭേദമാവോ ഡോക്ടറെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒടിവുണ്ട്, 2-3 ഒടിവുണ്ട് എന്നൊക്കെ പറയും ഡോക്ടർ. പിന്നെ എന്ത് ചെയ്യും? അവന് മെഡിസിൻ കൊണ്ട് മാറ്റാനായിട്ട് പറ്റില്ലേ? ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊക്കെ സീരിയസ് ആണ്, അതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറയാം. അയ്യോ ഡോക്ടർ, ഓപ്പറേഷനോ? എന്താ ഡോക്ടർ ഈ പറയുന്നത്? ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുമെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. പക്ഷേ ഓപ്പറേഷന് ഒരു 30,000 രൂപ കെട്ടിവെക്കേണ്ടി വരും. അയ്യോ ഡോക്ടറെ, 30,000 രൂപയോ? അതെ, 30,000 രൂപ കെട്ടിവെക്കണം. പിന്നെ 3 മാസത്തെ റെസ്റ്റും വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. കൈ ഭയങ്കരമായിട്ടും ഡേഞ്ചറാണ്. അയ്യോ ഡോക്ടറെ, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 30,000 രൂപ എടുക്കാനില്ല, ഞാനൊരു 10,000 രൂപ കെട്ടിവെക്കാം. ഡോക്ടറെ, ബാക്കി പൈസ ഞാൻ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ തരും ഡോക്ടറെ, ഡോക്ടർക്ക് എന്നെ വിശ്വസിക്കാം. ഡോക്ടറെ, ഞാനിപ്പോൾ ഒരു 10,000 രൂപ കെട്ടിവെച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴേക്കും ശരി ആയിക്കോട്ടെ, നിങ്ങൾ 10,000 രൂപ കെട്ടിവെച്ചാൽ മതി, ബാക്കി പൈസ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ബാക്കി തന്നാൽ മതി. അല്ല ഡോക്ടറെ, അവന് എക്സാം എഴുതാൻ പറ്റുമോ ഡോക്ടറെ? അവൻ്റെ കൈ ഭേദമായിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റും. പിന്നെ ശരത്ത് നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണോ? ഡോക്ടറെ, അവൻ നന്നായിട്ട് പഠിക്കും ഡോക്ടറെ. അവൻ എന്തെങ്കിലും കുരുത്തക്കേടോ ആരെങ്കിലും തല്ലുകൂടാനോ ഒക്കെ പോകാറുണ്ടോ? ചീത്ത സ്വഭാവം ഉണ്ടോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഡോക്ടറെ, അവനിപ്പോൾ യാതൊരു ചീത്ത സ്വഭാവവും ഇല്ല, നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്താ ഡോക്ടറെ, ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഒന്നുമല്ല, ശരത്ത് നിങ്ങളോട്
ബൈക്കിൽ നിന്ന് വീണതാണെന്നല്ലേ പറഞ്ഞത്? അതേ ഡോക്ടറെ, പക്ഷെ അവൻ കള്ളം പറഞ്ഞതാ. അവൻ ബൈക്കിൽ നിന്ന് വീണതല്ല. പിന്നെ അവൻ്റെ ആ കൈയുടെ ഒടിവ് കണ്ടാൽ അറിയാം അവൻ ബൈക്കിൽ നിന്ന് വീണതല്ല എന്ന്. ബൈക്കിൽ നിന്ന് വീണ ഒരു ലക്ഷണവുമില്ല. അവൻ്റെ 2 ജോയിൻറ്റുകളാണ് ഒടിഞ്ഞിരിക്കുന്നത്. ബൈക്കിൽ നിന്ന് വീണ ഒരാൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് എന്തോ തല്ലുകൂടിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരോ അവൻ്റെ കൈ പിടിച്ച് തിരിച്ചൊടിച്ചതാണ് എന്നുറപ്പുള്ളതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി അവൻ ഞെട്ടിപ്പോവുകയാണ്. ഡോക്ടർ എന്തൊക്കെയാണ് ഡോക്ടർ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അവൻ ബൈക്കിൽ നിന്ന് വീണതല്ല, അവൻ്റെ കൈ ആരോ ഒടിച്ചത് തന്നെയാണ് എന്ന് രേവതിയോട് സത്യം തുറന്നു പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് ഒട്ടും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. ഇനി ശരതൻ നിങ്ങൾ ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താനായിട്ട് നോക്കണം, അല്ലെങ്കിൽ പണിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി ശരി ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സച്ചിയെ കാണിക്കാം. അപ്പോൾ സച്ചിക്കൊരു കോള് വരികയാണ്. അത് രേവതിയുടെ കോളായിരുന്നു. അപ്പോൾ രേവതിയുടെ കോളാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ കോള് കട്ടാക്കുകയാണ്. എന്താ സച്ചിയുടെ ഫോൺ കട്ടാക്കുന്നത്? വീണ്ടും വിളിച്ചു നോക്കുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രേവതി വീണ്ടും ഫോണിലേക്ക് വിളിക്കുകയാണ്. പക്ഷേ ഇവളെ കൊണ്ട് വല്ലാത്ത ശല്യമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സച്ചി കോള് കട്ടാക്കുകയാണ്. കാരണം ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് സച്ചി ആ കോള് കട്ടാക്കുന്നത്. ഇതെന്താ സച്ചിയുടെ കോൾ എടുക്കാത്തത്, ഇതെന്താ കട്ടാക്കി വിടുന്നത്? അങ്ങനെ സച്ചിയുടെ അടുത്തേക്ക് കൂട്ടുകാരൻ വരികയാണ്. എടാ ആരാടാ വിളിക്കുന്നത്? നിന്നെ കുറേ നേരമായിരുന്നു നിനക്ക് കോള് വരുന്നത്, നിന്നെ ആരാ വിളിക്കുന്നത്? അത് പിന്നെ രേവതി എന്നെ വിളിക്കുന്നത്. എടാ എന്താ പിന്നെ നീ എന്തിനാ ഫോൺ കട്ടാക്കുന്നത്? നിനക്ക് ആ കോൾ എടുത്ത് സംസാരിച്ചൂടെ? എന്തിനാ സംസാരിക്കുന്നത്? അവൾ അപ്പം തന്നെ പറയും അവനെ കാണാനായിട്ട് വരാനായിട്ട്. എനിക്ക് അവനെ കാണാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോള് കട്ടാക്കിയത്. രേവതിക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഏതായാലും കോൾ എടുക്കാനായിട്ട് പോകുന്നില്ല. എന്നാലും നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്തിനാണ് രേവതിയുടെ വെറുപ്പ് വെറുതെ സമ്പാദിക്കുന്നത്? അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. സച്ചിയുടെ മനസ്സ് മാറാനുള്ള ശ്രമത്തിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശരത്തിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചോദിക്കുകയാണ്, മോനെ നിനക്ക് കൈക്ക് വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഓപ്പറേഷൻ്റെ സമയത്ത് എനിക്ക് മരുന്ന് തന്നായിരുന്നല്ലോ, അതുകൊണ്ട് വലിയ വേദനയൊന്നും തോന്നുന്നില്ല അമ്മേ. അപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. ഒന്നും മിണ്ടാതെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ രേവതി മോളെ നിനക്കിതെന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല അമ്മേ. എടാ ശരത്തെ, നീ ബൈക്കിൽ നിന്ന് വീണതാണോടാ എന്ന് ചോദിക്കുക. അപ്പോൾ ശരത്ത് ഞെട്ടിപ്പോയി. അതേ ചേച്ചി, ഞാൻ ബൈക്കിൽ തന്നെ വീണതാ. നീ ആരുടെ ബൈക്കാണ് ഓടിച്ചത്? പറയടാ, നീ ആരുടെ ബൈക്കാണ് ഓടിച്ചതെന്ന്. അത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബൈക്കാണ്. കൂട്ടുകാരൻ എന്താ പേരില്ലേ? പറയടാ, കൂട്ടുകാരൻ്റെ പേരെന്താ? അങ്ങനെ കൂട്ടുകാരൻ്റെ പേര് പറയാണ്. ശരി, എങ്കിലും ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഫോണിൽ നിന്ന് അവൻ്റെ നമ്പർ എങ്ങനെ എടുത്തതാ, ഞാൻ അവനോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ നീ എങ്ങനെയാണ് ബൈക്കിൽ നിന്ന് വീണേന്ന്. അയ്യോ ചേച്ചി, എന്തിനാണ് അവനെ വിളിക്കുന്നത്? പക്ഷെ അറിയണമല്ലോ നീ എങ്ങനെയാണ് ബൈക്കിൽ നിന്ന് വീണതെന്ന്. അപ്പം ഇത് കേട്ട് നമ്മുടെ രേവതിയുടെ അമ്മ ചോദിക്കുക, നീ എന്താ ഈ പറയുന്നത്? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അമ്മ ഇവൻ കള്ളം പറയാണ്, അവൻ ബൈക്കിൽ നിന്ന് വീണതല്ല. പിന്നെ നീ ചുമ്മാ നുണ പറയാൻ നിൽക്കരുത്. അല്ല അമ്മേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അവൻ്റെ കൈ ആരോ പിടിച്ച് തിരിച്ചൊടിച്ചതാണ്. ഇത് കേട്ട് നമ്മുടെ ശരത്താകെ വിറങ്ങലിച്ചു പോവുകയാണ്. അതെ അമ്മേ, ഞാൻ പറഞ്ഞ സത്യമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ മോൻ്റെ കൈ പിടിച്ച് ഓടിച്ചത് ആരാണ്? ശരത്തെ, ഈ കേട്ടത് മുഴുവൻ സത്യമാണോ? പറയടാ, സത്യം എന്താണെന്ന് വെച്ചാൽ പറ. ഇവനെ ആരോടോ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. പറയടാ, എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ചേച്ചി, ഞാൻ ജോലിക്ക് പോകുന്നതേ ആൻ്റണി ചേട്ടൻ്റെ അടുത്താണ്. കണ്ടോ, ഇപ്പം അവൻ്റെ വായന സത്യമാണെന്ന് കണ്ടില്ലേ? എടാ, നിനക്ക് ഇത് തന്നെ കിട്ടണം. നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ലേ? നിന്നോട് അയാളുടെ ജോലിക്ക് പോകുന്നു പറഞ്ഞിട്ടില്ലേ? അയാളോട് ഒരു കൂട്ടും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ നീ എന്തിനാണ് അയാളുടെ അടുത്ത് പോയത്? ചേച്ചി, അതല്ല, ആൻ്റണി ചേട്ടൻ ഇപ്പം പഴയതുപോലെയല്ല, നല്ല സ്വഭാവക്കാരാണ്. ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവനോട് പോയി അടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മയാണ്, നീ ഒന്ന് നിർത്തി രേവതി, അവൻ ഒന്നാമനെ കൈ വേദനിച്ച് കിടക്കുകയാണ്. അതിൻ്റെ ആ സമയത്ത് നീ എന്തിനാ അവനെ അടിക്കുന്നത്? പിന്നെ അവൻ പറയുന്നത് കേട്ടില്ലമ്മേ. പറയടാ, പിന്നെ എങ്ങനെയാണ് നിന്റെ കൈ ഒടിഞ്ഞത്? അവനായിരിക്കുമല്ലേ നിന്റെ കൈ തിരിച്ചൊടിച്ചത്? അല്ല, ഞാൻ ആൻ്റണി ചേട്ടൻ്റെ അടുത്ത് ജോലിക്ക് പോവുകയും ചെയ്യും, അവിടെ പലിശ മേടിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ആൻ്റണി ചേട്ടൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം സച്ചിയേട്ടൻ്റെ കൂട്ടുകാരനില്ലേ, ആ സച്ചിൻ്റെ കൂട്ടുകാരൻ ഇയാളിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു ആൻ്റണി ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. പലിശയും മുതലും ഒന്നും കൊടുക്കാതെ കുറേ നീട്ടി അങ്ങോട്ട് വെച്ചു. ഞാനും ആൻ്റണി ചേട്ടനും കൂടി അവൻ്റെ അടുത്ത് പൈസ ചോദിക്കാനായിട്ട് പോയി. അങ്ങനെ ആൻ്റണി ചേട്ടനെ അയാൾ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരൻ തരിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെടുമോ?
ഞാനും അവനെ പിടിച്ചടിച്ചു. ഇത് കണ്ടോ അമ്മേ, പറയുന്നത് കേട്ടോ അവന് ഒരു കൂസലും ഇല്ലാതെയാണ് അമ്മേ ഈ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൂട്ടുന്നത്. നിന്നെ ഞാനുണ്ടല്ലോ, നീ ഒന്ന് നിർത്തി രേവതി, അവൻ പറയട്ടെ. എന്നിട്ട് അവനാണ് നിന്റെ കൈ തിരിച്ചോടിച്ചത്? അല്ല, അവനല്ല എൻ്റെ കൈ തിരിച്ചോടിച്ചത്. പിന്നെ ആരാ? ആ സമയത്താണ് സച്ചിയേട്ടൻ അങ്ങോട്ട് വന്നത് ചേച്ചി. സച്ചിയേട്ടൻ നോക്കിയപ്പോൾ സച്ചിയേട്ടൻ്റെ കൂട്ടുകാരനെ തല്ലുന്നു. എൻ്റെ കൂട്ടുകാരനെ തല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയേട്ടൻ എന്നെ പിടിച്ച് തല്ലി എൻ്റെ കൈ തിരിച്ചൊടിച്ചു. അതെ, സച്ചിയേട്ടനാ എൻ്റെ കൈ തിരിച്ച് ഒടിച്ചത്. ഇത് കേട്ട രേവതി ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്താ നീ പറഞ്ഞത്? അതെ, സച്ചിയേട്ടൻ തന്നെയാ എൻ്റെ കൈ തിരിച്ച് ഒടിച്ചത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എൻ്റെ കൈ വേദനിക്കുന്നു ചേട്ടാ, വിട് ചേട്ടാ, എൻ്റെ കൈ തിരിച്ച് ഒടിക്കില്ല ചേട്ടാ എന്നൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ അദ്ദേഹം വിടാനായിട്ട് തയ്യാറായില്ല. എൻ്റെ കൂട്ടുകാരനൊക്കെ തല്ലിയ കൈ നിനക്ക് വേണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ടാ എൻ്റെ കൈ തിരിച്ചൊടിച്ചത്. എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല രേവതി ചേച്ചി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മ പറയുകയാണ്, എൻ്റെ ദൈവമേ, എന്ത് ദ്രോഹമാണ് അവൻ ചെയ്തത്. സച്ചി, അവൻ ഇത്രയും വലിയ ദ്രോഹം നമ്മുടെ കുടുംബത്തോട് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല രേവതി. എന്നാലും ഇങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടിയില്ല അവൻ. പക്ഷേ രേവതിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാപ്പെടുത്തുന്ന അവസ്ഥ നൽകിയ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുക. സച്ചിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ ഉണ്ടായല്ലോ. വേറെ വല്ലവരായിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ വീട്ടിൽ പോയി തല്ലിയാനെ. പക്ഷേ ഇത് സച്ചി ആയി പോയില്ലേ. അവൻ എന്തെങ്കിലും പറയാനൊക്കെ പറ്റുമോ? കണ്ടില്ലേ എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ടില്ലേ? അപ്പോഴേക്കും ദൈവം പറയണം, വെറുതെ അല്ല സച്ചിയേട്ടനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോൾ വരാതിരുന്നത്, ഇതുകൊണ്ടാണല്ലേ. മനസ്സിലായ കാര്യങ്ങളെല്ലാം. എന്നാലും സച്ചിയേട്ടന് ചെയ്തത് വല്ലാത്ത ദ്രോഹമായി പോയിട്ടോ രേവതേച്ചി. ഇത് കണ്ടില്ലേ, സച്ചിയേട്ടൻ ചെയ്ത കോപ്രായങ്ങളും കണ്ടില്ലേ? സച്ചിയേട്ടൻ മാറിയെന്നല്ലേ രേവതേച്ചി പറഞ്ഞത്? സച്ചിയേട്ടനൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ശരത്തും പറയണം, ഇല്ല, അദ്ദേഹം മാറിയിട്ടൊന്നുമില്ല, കുടിച്ചിരുന്നു, ഒരുപാട് കുടിച്ചിരുന്നു. എന്നെ തല്ലിയപ്പോൾ എനിക്ക് ആ സ്മെല്ല് വന്നായിരുന്നു, ആ കുടിയുടെ പുറത്താണ് എൻ്റെ കൈ തിരിച്ചൊടിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് വീണ്ടും സങ്കടം. ഇടയ്ക്കിടയ്ക്ക് ശരത്ത് ഇടം കണ്ണ് വെച്ചിങ്ങനെ നോക്കുന്നുമുണ്ട്, എന്താണ് റിയാക്ഷൻ എന്നറിയാൻ വേണ്ടി തന്നെ. അങ്ങനെ അമ്മ അടുത്തേക്ക് പറയണം, എൻ്റെ പൊന്നും മോനെ സാരമില്ലടാ, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. നമ്മൾ സച്ചിയെ ഒരുപാട് വിശ്വസിച്ചു, പക്ഷേ അവൻ മാറിയിട്ടില്ലെന്ന് ഇപ്പം മനസ്സിലായി. എന്നാലും എൻ്റെ ദൈവമേ, അവൻ ഈ കൊടും ക്രൂരത എൻ്റെ മകനോട് ചെയ്തല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മ പൊട്ടിക്കരയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.